ടോക്സിക് ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്. റൈസ് ആൻഡ് ഫോൾ ഓഫ് എ ടോക്സിക് ഗാങ്സ്റ്റർ ആണ് ഈ പടത്തിൽ കാണിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് ഈ പടം കണ്ട തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് രണ്ട് കാര്യം എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. ഒന്നാമത്, യശ് ഒരു ഗംഭീര ലെവൽ ആക്ടറാണെന്നും ഒരു പെർഫോമർ ആണെന്നും എനിക്ക് ഈ പടം കണ്ടപ്പോൾ മനസ്സിലായി. അന്ത ലെവൽ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ അകത്ത്. രണ്ടാമത്തെ കാര്യം, എന്ത് കോപ്പാണ് യശും ഗീതു മോഹൻദാസും കൂടെ സ്ക്രിപ്റ്റ് ടൈമിൽ എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്. അന്ത രീതിയിലൊരു അപരാധമാണ് സ്ക്രീൻ പ്ലേ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് യഷിനെ പറ്റി സംസാരിക്കാം. യഷ് ലുക്ക്, സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം കൊണ്ടും വേറെ ലെവൽ ഒരു പ്രസൻസ് ആയിരുന്നു യഷിന്റെ. അതും KGF ശേഷം ഇത്രയും കോംപ്ലക്സും ഇത്രയും ആന്റി ഹീറോയിഷ് ഒരു ക്യാരക്ടർ എടുത്ത് മുന്നോട്ട് പോയതിന് എഫേർട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ അതിന് പറ്റിയൊരു സ്ക്രിപ്റ്റ് ഈ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് അതേപോലെ ഒരു മീഡിയോക്കർ ഡയറക്ഷനുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസസ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്, ഗംഭീരമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ആ ഒരു ആക്ഷന്റെ ബാക്ക് ഡ്രോപ്പ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ടാണ് കുറേയൊക്കെ ആക്ഷൻ സീക്വൻസസിൽ. ആൻഡ് ഈ പടത്തിന്റെ ക്യാമറ വർക്ക് ബൈ രാജീവ് രവി ഗംഭീര ലെവലിൽ ഒരു വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പടത്തിന് മൂഡ് സെറ്റ് ചെയ്തതിനും ലൈറ്റിങ്ങും കളറിങ്ങും ഫ്രെയിംസും എല്ലാം വേറെ ലെവല്. പക്ഷെ ഇതെല്ലാം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാണ്ടല്ലോ, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അൾട്രാ ലെവൽ ടോർച്ചറാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. അത് നമ്മൾ പടം കണ്ടപ്പോൾ തുടങ്ങുമ്പോൾ മനസ്സിലാവും ഈ സിനിമയുടെ പോക്ക് ആ ഒരു രീതിയിലിട്ട് തന്നെയാണ്. അത്രയും ഒരു ടോർച്ചറാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. നമ്മൾ വിചാരിക്കുക എന്താ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് എന്താ ആവാത്ത, എന്ത് ഇന്റർവെൽ ആവാത്ത നമ്മൾ വിചാരിച്ചു. ഒരു 4-5 മണിക്കൂറായിട്ട് ഫസ്റ്റ് ഹാഫിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരു പ്രോപ്പർലി ഒരു സീൻ പോലും അവർ ബിൽഡ് ചെയ്തിട്ടില്ല. ഒരു പ്രോപ്പർലി ഒരു സീൻ ബിൽഡ് ചെയ്തല്ലേ നമുക്കൊന്ന് കണക്ട് ആവുള്ളൂ, നമുക്കൊന്ന് ഇമോഷണൽ ഡെപ്ത് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ഒന്നും ഇല്ല ഫസ്റ്റ് ഹാഫില്. ഇങ്ങനെ ഒരു സീൻ 1 മിനിറ്റ് കഴിച്ചിട്ട് അടുത്ത സീൻ അടുത്ത മിനിറ്റ് കാണിക്കും, പിന്നെ വീണ്ടും അടുത്ത മിനിറ്റ് വേറെ സീൻ. ഇങ്ങനെ വെറുതെ ഓടിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നും മനസ്സിലാവണില്ല. സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂറിൽ ഒന്നും മനസ്സിലാവില്ല. ആരൊക്കെയോ വന്ന് കൊല്ലാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഗീതു മോഹൻദാസിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? മൂത്തോൻ എഴുതിയ ഡയറക്ടറാണ് ഗീതു മോഹൻദാസ്. എനിക്ക് തോന്നുന്നില്ല ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എഴുതി വെച്ചിരിക്കണേന്ന്. സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് പിന്നെയും ഒരു സേവിങ് ഗ്രേസ് ആയിട്ട് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു, വാച്ചബിൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ എനിക്ക് തോന്നി എവിടെയൊക്കെ ഒരു ഗീതു മോഹൻദാസ് ടച്ച് ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ആണെങ്കിലും ഹൈലി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഒന്നിനും കൊണ്ട് ഈ പടത്തിന് സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആകെ യഷ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ടു ഷോൾഡർ ദ ഹോൾ മൂവി. ആൻഡ് ഈ പടത്തിന്റെ ആക്ഷൻ സീക്വൻസസും വിഷ്വൽസും പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കണ്ടിരിക്കാൻ രസമായിരുന്നു. എനിക്ക് ആകെ രുക്മിണിയുടെ ക്യാരക്ടർ മാത്രമാണ് അവർ ഭയങ്കര വീക്കിലി എഴുതിയതുപോലെ ഫീൽ ചെയ്തത്. ബാക്കിയുള്ളവരുടെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും വലിയ ഡീസന്റ് തന്നെയായിരുന്നു. കിയാര അദ്വാനി, ഹുമ ഖുറേഷി, നയൻതാരയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗ് ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു. അതേപോലെ താർ സുത്താരി, അവരൊക്കെ ഡീസന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുണ്ടായി. പക്ഷെ ഒന്നിനെ കൊണ്ടും പറ്റണില്ല. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അത്രയും ഒരു മോശമായതുകൊണ്ട് ഒന്നിനും കൊണ്ട് ഈ സിനിമയെ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ഈ പടം എത്തി. പിന്നെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഉണ്ട്, അത് അത്യാവശ്യം എനിക്ക് വർക്കായിരുന്നു. ആൻഡ് ദിസ് മൂവി ഇസ് പ്യുവർലി അഡൾട്രേറ്റഡ് ആണ്. സെക്സ് സീൻസ് ഉണ്ട്, നല്ല രീതിയിൽ വയലൻസ് ഉണ്ട്. നമുക്ക് ഒന്നിനും സെക്സ് സീൻസിലാണെങ്കിലും ഒന്നിനും നമുക്കൊരു ഇമ്പാക്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകരുത്. ഏതായാലും ഐഡിയ മാസീവാണ്, സ്കെയിൽ മാസീവാണ്, വിഷ്വൽ മാസീവാണ്, യഷ് മാസീവാണ്. പക്ഷെ ഈ പടത്തിന്റെ സ്ക്രീൻ പ്ലേ അതാണ് ഏറ്റവും മെയിനായൊരു പ്രോബ്ലം. 600 കോടിയുടെ ഒരു പടം ഞാൻ 500 രൂപ കൊടുത്താണ് ഈ സിനിമയുടെ ടിക്കറ്റ് പ്രൈസ് എടുത്തത്. ഒരു ഐസ് ഫോർമാറ്റിലാണ്. ഒന്നാമത് ബാംഗ്ലൂരിൽ നല്ല കാശാണ് ടിക്കറ്റിന് ഈ സിനിമയ്ക്ക്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഓണത്തിന് കിട്ടണ ഒരു ടോർച്ചർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന്. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ജെന്യുവൻലി ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള മൂവി തന്നെയായിരുന്നു. ഞാൻ വീണ്ടും പറയാം, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായി. പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ അവർ കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്ത് കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. യഷിന് വേണ്ടി കാണാം, വിഷ്വലിന് വേണ്ടി കാണാം, ആക്ഷന് വേണ്ടി കാണാം. ബാക്കി എല്ലാ ഫാക്ടറിലും നിങ്ങൾ സ്വന്തം റിസ്ക് എടുത്ത് തന്നെ മെന്റലി പ്രിപ്പയർ ചെയ്ത് തന്നെ കാണുക. ആൻഡ് യഷ് അടുത്ത വട്ടം നിങ്ങൾ ഇത്രയും ഡെഡിക്കേഷൻ ഇട്ട് ഇത്രയും എഫേർട്ട് എടുത്തൊരു പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ, ഇത്രയും നിങ്ങൾ 100% കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വൃത്തിയായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഹാപ്പി ഓണം ഗൈസ്.